നമസ്തേ. നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. തേർഡ് ചാപ്റ്റർ തൃതീയ പാഠ ഡിജി ഭാരതം. ഡിജി ഭാരതം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു എസ്സേ ടൈപ്പ് ചാപ്റ്റർ ആണ്. ഇതിൽ ഡിജിറ്റൽ ഇന്ത്യ, അതായത് മോഡേൺ ആയിട്ട് വരുന്ന കുറേ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് ടെക്നോളജിയുടെ മാറ്റങ്ങൾ കാരണം ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നേക്കണേ, എങ്ങനെയൊക്കെയാണ് നമുക്കത് പോസിറ്റീവ് അയക്കണേ എന്നുള്ള രീതിയിലാണ്. അതുപോലെ വെറും ഒരു ക്ലിക്ക് ഉപയോഗിച്ച്, അതായത് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അപ്പം തന്നെ നമുക്ക് കിട്ടും ഇൻ്റർനെറ്റിലൂടെ. അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം അതെങ്ങനെ നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പല കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമുക്ക് സാധ്യമാക്കാം. അതും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. അദ്യ സമ്പൂർണ്ണ വിശ്വേ ഡിജിറ്റൽ ഇന്ത്യയാ ഇത്യസ്യ ചർച്ച ശ്രൂയതേ. അദ്യ സമ്പൂർണ്ണ വിശ്വ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്, ഇപ്പോൾ ഈ ഒരു ലോകത്ത് ഡിജിറ്റൽ ഇന്ത്യ, ആ വാക്ക് എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്യം പദസ്യ കഹ ഭാവഹ ഇതി മനസ്സി ജിജ്ഞാസ ഉത്പദ്യതേ. അതായത് ഈ വാക്കിൻ്റെ, ഡിജിറ്റൽ ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാനായിട്ട് എല്ലാവരും ജിജ്ഞാസ, അതായത് ക്യൂരിയസ് ആണ്. കാല പരിവർത്തനേന സഹ മാനവസ്യ ആവശ്യകതാവോപി പരിവർത്തതേ. കാലം മാറുന്നതിനനുസരിച്ചിട്ട് മനുഷ്യരുടെ ആവശ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാചീന കാലേ ജ്ഞാനസ്യ ആദാന പ്രധാനം മൗഖികം ആസീത് വിദ്യാച ശ്രുതി പരമ്പരയാ ഗൃഹ്യതേ സ്മ. പ്രാചീന കാലേ, അതായത് പണ്ടത്തെ കാലത്ത് ജ്ഞാനം, നോളജ് കളക്ട് ചെയ്യുന്നതും പറയുന്നതും, ആദാന പ്രധാനം എന്ന് പറഞ്ഞാൽ ഗിവിങ് ആൻഡ് ടേക്കിംഗ്, മൗഖികം ഓറൽ ആയിരുന്നു. പണ്ടത്തെ കാലത്ത് ബുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കാലത്തൊക്കെ ജസ്റ്റ് ഗുരു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അനന്തരം താളപത്രോപരി ഭോജപത്രോപരി ച ലേഖന കാര്യം ആരബ്ധവാൻ. ഈ ഓറൽ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാലത്ത് താളിയോലകളിലൊക്കെയാണ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത്. പരിവർത്തിനി കാലേ കർഗതസ്യ ലേഖന്യാഹ ച ആവിഷ്കാരേണ സർവേഷാമേവ മനോഗതാനാം ഭാവാനാം കർഗതോപരി ലേഖനം പ്രാരബ്ധവാൻ. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനിൽ കർഗതസ്യ, അതായത് പേപ്പർ സ്റ്റാർട്ട് ചെയ്തു, പേപ്പറിന്റെ യൂസ് സ്റ്റാർട്ട് ചെയ്തു എഴുതാനായിട്ട്. ടങ്കണക യന്ത്രസ്യ ആവിഷ്കാരേണ തു ലിഖിത സാമഗ്രി ടങ്കിത സതി ബഹുകാലായ സുരക്ഷിത അധിഷ്ഠത്. ആദ്യം ഓറൽ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് താളി ഓയിലൊക്കെ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പേപ്പർ വന്ന് പേപ്പറിൽ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ടങ്കണക യന്ത്രം. ടങ്കണക യന്ത്രം എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റർ. അതിൽ നമ്മുടെ കാര്യങ്ങൾ, നോട്ട്സ് ഒക്കെ എഴുതി സേവ് ചെയ്യാനായിട്ട് തുടങ്ങി. വൈജ്ഞാനിക പ്രവിദ്ദേഹേ പ്രകൃതി യാത്ര പുനരഭി അഗ്രേ കഥ. അത് കഴിഞ്ഞിട്ടും മുമ്പിലേക്ക് ടെക്നോളജി നല്ല രീതിയിൽ പോയി. ഇത്രയും കഴിഞ്ഞിട്ടും അദ്യ സർവാണി കാര്യാണി സംഗണക നാമകേന യന്ത്രേണ സാധിതാനി ഭവന്തി. ഇപ്പോഴത്തെ ജനറേഷനിൽ എങ്ങനെയാ, എല്ലാം സംഗണക യന്ത്രം, അതായത് കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. സമാചാർ പത്രാണി പുസ്തകാനി ച കമ്പ്യൂട്ടർ മാധ്യമേന പഠ്യന്തേ ലിഖ്യന്തേ സ്മ. സമാചാര പത്രം, അതായത് ന്യൂസ് പേപ്പർ, ബുക്സ്, പുസ്തകം, അതും കമ്പ്യൂട്ടർ വഴിയാണ് വായിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ കാലത്തല്ല, കുറച്ച് മുന്നിലത്തെ കാലത്ത് കമ്പ്യൂട്ടറിലായിരുന്നല്ലോ എല്ലാം, ഗൂഗിളും അതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ന്യൂസ് പേപ്പറും ബുക്കും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് റെഫർ ചെയ്യാമായിരുന്നു. അതാണ് ഈ സെന്റൻസ്. കർഗതോ ഗ്യോഗേ വൃക്ഷാണാം ഉപയോഗേന വൃക്ഷാഹ കർത്തയന്തേ സ്മ. അതായത് പേപ്പർ, കർഗതോ ഗ്യോഗേ എന്ന് പറഞ്ഞാൽ പേപ്പർ യൂസ് ചെയ്യാൻ നമ്മൾ വൃക്ഷങ്ങളാണ് എടുക്കുന്നത്, പേപ്പർ എടുക്കാനായിട്ട്. പരം സംഗണകസ്യ അധികാധിക പ്രയോഗേന വൃക്ഷാണാം കർത്തനെ ന്യൂനത ഭവിഷ്യതി ഇതി വിശ്വാസഃ. നമ്മൾ ഈ പേപ്പറൊക്കെ എടുക്കുന്നത് എവിടെ നിന്നാ? മരത്തിൽ നിന്ന്. മരങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പേപ്പർ എടുക്കുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി വന്നോണ്ട് ന്യൂസ് പേപ്പറും ബുക്കും ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ റെഫർ ചെയ്യുന്നോണ്ട് പേപ്പറിന്റെ യൂസ് കുറയുന്നു. അപ്പോ പേപ്പർ നമ്മൾ വൃക്ഷത്തിൽ നിന്ന് എടുക്കുന്നില്ല, അതായത് കട്ട് ചെയ്യുന്നില്ല മരങ്ങൾ. അനേന പര്യാവരണ സുരക്ഷായാഹ ദിശി മഹാൻ ഉപകാരോ ഭവിഷ്യതി. നമ്മൾ പേപ്പർ ഒന്നും കൂടുതൽ എടുക്കാത്തോണ്ടും കമ്പ്യൂട്ടറൊക്കെ റെഫർ ചെയ്യുന്നോണ്ടും
പര്യാവരണ സുരക്ഷയാഹ എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യത്തെ പാർട്ട് എസ്സേയിൽ പറയുന്നത് ഇപ്പോൾ കുറെ ടെക്നോളജിക്കൽ കാര്യങ്ങൾ വരുന്നുണ്ട്, അതാണ് ഡിജിറ്റൽ ഇന്ത്യ. അത് എല്ലാവർക്കും എന്തൊക്കെയാണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അപ്പോൾ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓറലി ആയിരിക്കും ഗുരു സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓറലി ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു നോളജിനെ പറ്റി. മോറലായിരുന്നു. അതുകൊണ്ട് താളി ഓലകളൊക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പേപ്പർ വന്നപ്പോൾ പേപ്പറിലെല്ലാം എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ടൈപ്പിംഗ് മെഷീൻ വന്നു, ടൈപ്പ് റൈറ്റർ വന്നപ്പോൾ അതിൽ സോഫ്റ്റ് കോപ്പി പോലെ സേവ് ചെയ്യാനും തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ വന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ പേപ്പറും ബുക്കും അതിലൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി. ഒരു ക്ലിക്കിലൂടെ എല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ഗുണമുണ്ടായേ? കമ്പ്യൂട്ടർ വന്നപ്പോൾ പേപ്പർ അധികം മരത്തിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, മരം മുറിക്കേണ്ടി വന്നില്ല. അങ്ങനെ എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആയി. അതാണ് ഫസ്റ്റ് പാർട്ട് എസ്സേയുടെ. നമുക്ക് സെക്കൻഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം.